അമ്പലക്കള്ളന്മാരുടെ നാടാണ് കേരളം. ശബരിമലയിൽ നമ്മൾ കണ്ട സ്വർണ്ണക്കൊള്ളയിൽ ആ സ്വർണമൊക്കെ എവിടേക്ക് പോയി, ആ സ്വർണമൊക്കെ ആരുടെ വായിലേക്കാണ് പോയത് എന്ന ചർച്ചകൾ അതിഭീകരമായി നടക്കുന്ന ഘട്ടത്തിലാണ് സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ ഏറ്റവും പുതിയ അന്വേഷണ ഫലം വരുന്നത്. ശബരിമലയിലെ സ്വർണം എവിടേക്കാണ് പോയതെന്ന നിർണായക കണ്ടെത്തലുമായി പ്രത്യേക അന്വേഷണ സംഘം വന്നു കഴിഞ്ഞു. അയ്യപ്പന്റെ സ്വർണം ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പൊറ്റി വിറ്റു എന്നതാണ് ഏറ്റവും പുതിയ കണ്ടെത്തൽ. 476 ഗ്രാം സ്വർണം സ്പോൺസർ ആയിരുന്ന ഉണ്ണികൃഷ്ണൻ പൊറ്റി കർണാടകയിലെ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരി ഗോവർദ്ധന് വിറ്റതായാണ് SIT കണ്ടെത്തുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന മൊഴികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. സ്വർണ്ണ വിൽപ്പന ഗോവർദ്ധൻ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ ബെല്ലാരിയിൽ എത്തിച്ച് ഇനി തെളിവെടുപ്പ് നടത്തണം. രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ കൂട്ടണം. അതിനൊപ്പം തന്നെ ആരൊക്കെ തനിക്കൊപ്പം പ്രവർത്തിച്ചിട്ടുണ്ട്, ഇതിനേക്കാൾ വലിയ സ്രാവുകൾ ഈ കള്ളത്തരത്തിൽ ഉണ്ടോ എന്നും അറിയേണ്ടതുണ്ട്. ഇതിനായാണ് പോറ്റിയെ ബംഗളൂരിലേക്ക് കൊണ്ടുപോയത്. ഗോവർദ്ധനിൽ നിന്നും പലപ്പോഴായി ഉണ്ണികൃഷ്ണൻ സ്വർണം വാങ്ങിയതായാണ് മൊഴി. കട്ടിളയിലും വാതിലിലും പൂശുന്നതിനായി സ്പോൺസർഷിപ്പിന്റെ പേരിലാണ് സ്വർണം വാങ്ങിയതെന്ന് ഗോവർദ്ധൻ ചോദ്യം ചെയ്യലിനിടെ അന്വേഷണ സംഘത്തോട് പറഞ്ഞു. ബെല്ലാരിയിലെ റോധം ജ്വല്ലറി ഉടമയാണ് ഗോവർദ്ധൻ. ശ്രീറാംപുരം അയ്യപ്പസ്വാമി ക്ഷേത്രത്തിൽ വെച്ചാണ് ഗോവർദ്ധൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയപ്പെടുന്നത്. അന്ന് ശബരിമലയിലെ പൂജാരി എന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വയം പരിചയപ്പെടുത്തിയത്. ശബരിമല ശ്രീകോവിലിന്റെ വാതിൽ ശ്രീറാംപുരം അയ്യപ്പ ക്ഷേത്രത്തിലും പ്രദർശിപ്പിച്ച് പൂജകൾ നടത്തി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘം ബംഗളൂരുവിൽ എത്തിച്ച് തെളിവെടുക്കും. ഇന്ന് പുലർച്ചെയാണ് സംഘം ബംഗളൂരുവിലേക്ക് പുറപ്പെടുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഉപയോഗിച്ച് ബംഗളൂരു കേന്ദ്രീകരിച്ച് നടന്ന ഗൂഢാലോചനയാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് വഴിവെച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ കൊണ്ടുപോയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്ത് അനന്ത സുബ്രഹ്മണ്യമാണെന്നും കണ്ടെത്തിയിരുന്നു. പാളികൾ ഏറ്റുവാങ്ങിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണെന്ന് 2019 ജൂലൈ 19 മഹസറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പോറ്റിയുടെ പേരിന് നേരെ ഒപ്പിട്ടിരിക്കുന്നത് അനന്ത സുബ്രഹ്മണ്യനായിരുന്നു. എന്നാൽ ഏറ്റുവാങ്ങിയിരിക്കുന്നത് കർണാടക സ്വദേശി രമേശ് റാവു എന്നയാളാണ്. ഇതിനൊക്കെ പുറമെ ശ്രീകോവിലിന്റെ വാതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ബംഗളൂരുവിലെ ക്ഷേത്രത്തിൽ എത്തിയെന്നും കണ്ടെത്തി. ബംഗളൂരുവിന് പുറമെ ചെന്നൈയിലെ വിവിധയിടങ്ങളിലും തെളിവെടുപ്പ് നടത്തും. പാളികളടക്കം സ്വർണം പൂശാൻ എത്തിച്ച സ്മാർട്ട് ക്രിയേഷൻസിലെ തെളിവെടുപ്പും നിർണായകമാകും. സ്വർണ്ണപ്പാളികൾ പ്രദർശിപ്പിച്ച നടൻ ജയറാമിന്റെ വീട്ടിലും തെളിവെടുക്കാൻ സാധ്യതകളുണ്ട്. അതായത് അന്വേഷണം കൂടുതൽ വ്യാപിക്കുകയാണ്. തെളിവെടുപ്പ് പൂർത്തിയായ ശേഷമായിരിക്കും മറ്റ് അറസ്റ്റുകളിലേക്ക് കടക്കുക. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിനെ വെട്ടിലാക്കുന്നതാണ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന്റെ മൊഴി. സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് മുൻ ദേവസ്വം പ്രസിഡന്റ് പത്മകുമാറും വാസുവും കണ്ടു എന്നാണ് മൊഴി. അതായത് ഇവർക്കും ഈ കൃത്യത്തിൽ പങ്കുണ്ടെന്നത് വ്യക്തം. ഇവർ തിരുത്താത്തത് കൊണ്ടാണ് മഹസറിലും ചെമ്പെന്ന് എഴുതിയതെന്നാണ് വിശദീകരണം. ഇതോടെ ദേവസ്വം ബോർഡിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലേക്കും അന്വേഷണം എന്തായാലും നീളും. ഗൂഢാലോചനയുടെ ഭാഗമായിട്ടല്ല ചെമ്പ് എന്ന് രേഖപ്പെടുത്തിയെന്നാണ് വിശദീകരണം. ദേവസ്വം ഭരണസമിതി അടക്കം ഇത് കണ്ടിട്ടും തിരുത്തിയില്ല എന്നും മുരാരി ബാബുവിന്റെ മൊഴിയിൽ പറയുന്നു. അതായത് കൃത്യമായ ആസൂത്രണം സ്വർണ്ണക്കൊള്ളയിൽ നടന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കണം. സ്വർണത്തെ ചെമ്പെന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം പ്രസിഡന്റ് പത്മകുമാർ കണ്ടിരുന്നുവെന്ന് മുരാരി ബാബു മൊഴി നൽകുമ്പോൾ അപ്പോൾ പത്മകുമാറും ഇതിൽ പ്രതിയാകപ്പെടും. ദേവസ്വം കമ്മീഷണർ വാസുവും കണ്ടത്രേ. ആരും തിരുത്താത്തതിനാലാണ് ചെമ്പെന്ന് മഹസറിൽ രേഖപ്പെടുത്തിയത്. ഗൂഢാലോചനയുടെ ഭാഗമല്ല ഇതെന്നും മുരാരി ബാബു വെളിപ്പെടുത്തുന്നുണ്ടെങ്കിലും അത് വിശ്വസിക്കാൻ തരമില്ല. കാരണം അത്ര കണക്കിന് സ്വർണമാണ് മോഷണം പോയിരിക്കുന്നത്. ചെമ്പുപാളിയിലാണ് സ്വർണം പൂശിയത്. കാലപ്പഴക്കത്താൽ പലയിടങ്ങളിലും ചെമ്പു തെളിഞ്ഞു, അതിനാലാണ് ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയതെന്നും സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് അറിയില്ല എന്നുമാണ് മുരാരി ബാബു കൈകഴുകിക്കൊണ്ട് പറഞ്ഞത്. ഇതോടെ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ഉന്നതർക്കെതിരെയുള്ള കുരുക്ക് മുറുകുകയാണ് യഥാർത്ഥത്തിൽ. അല്ലാതെ മുരാരി ബാബു രക്ഷപ്പെടുകയല്ല. നിലവിലെ ബോർഡിന്റെ ഇടപെടൽ സഹിതം അന്വേഷിക്കാൻ ഹൈക്കോടതിയുടെ ഉത്തരവും വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് മുരാരി ബാബുവിനെ റിമാൻഡ് ചെയ്തത്. 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ള കേസിൽ അറസ്റ്റിലാകുന്ന രണ്ടാമത്തെയാളാണ് ഈ മുരാരി ബാബു. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെ പെരുന്നെല്ലി വീട്ടിൽ നിന്നുമാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കുന്നത്. സ്വർണ്ണപ്പാളി ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയ വിവാദ കാലയളവിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ് ഈ മുരാരി ബാബു. എന്തായാലും പോറ്റിക്ക് സ്വർണം കടത്താൻ എല്ലാ ഒത്താശയും ചെയ്ത സംഘത്തിലെ പ്രധാനിയാണ് മുരാരി ബാബു. അതിന് കൂട്ടുനിന്നവർ ആരൊക്കെയുണ്ട് എന്നതും കൂടി മാത്രമാണ് ഇനി വ്യക്തമാക്കേണ്ടത്. അവരുടെ പേരുകൾ ഇതിനോടകം തന്നെ മുരാരി ബാബു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ വരുന്നു. 2019 ശബരിമലയിലെ ദ്വാരപാലക പാളികളിലെ സ്വർണം കവർന്ന കേസിലെ രണ്ടാം പ്രതിയാവുകയാണ് മുരാരി ബാബു. എന്തായാലും വലിയ ആസൂത്രണത്തോടുകൂടി ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തിരിക്കുന്നു. അതിന് വലിയ ഗൂഢാലോചനയുണ്ട്, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിൻബലമുണ്ട്, വലിയ സ്രാവുകൾ ഇനിയും പിടിയിലാവാനുണ്ട്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം നടക്കട്ടെ.
വലിയ സ്രാവുകളൊക്കെ കുടുങ്ങട്ടെ.